പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം സർക്കാർ പ്രതിനിധികൾ ഏറ്റുവാങ്ങി. മൃതദേഹം ഇന്നും നാളെയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങമ്പുഴ പൊതു ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? കൂടുതൽ വിവരങ്ങൾ. അതിന് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചിയിലെ വിമാനത്താവളത്തിൽ എത്തിച്ചത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതോടൊപ്പം തന്നെ സർക്കാർ പ്രതിനിധികളെല്ലാവരും ചേർന്നാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങിയത്. എന്തായാലും മൃതദേഹം ഇന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് നടപടികൾ നാളെ തീരുമാനിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, എന്തായാലും ഈ 26 പേരാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവരുടെ മൃതദേഹമെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ നാട്ടിൽ എത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും കൊച്ചി സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെയാണ് കൊച്ചിയിലെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായും പാകിസ്ഥാനോടുള്ള നിലപാട് തന്നെയാണ് കടുപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറടക്കം മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കനത്ത തിരിച്ചടി, കടുത്ത നടപടി തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ കൈക്കൊണ്ടത്. തുടരാം. തീർച്ചയായും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവലോകനത്തിലേക്ക് പോവുകയാണെങ്കിൽ കർക്കശമായ നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ശക്തമായ നിലപാട്, പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അതിൽ പൂർണ്ണമായും ഈ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എടുത്തു പറയുന്ന കാര്യം. നേരത്തെ ഈ ഒരു യോഗം ചേരുന്നു എന്നൊരു കാര്യം തന്നെ പറയുന്നൊരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോകുമെന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ, റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ സുരക്ഷാ കാര്യസമിതിയുടെ ആ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേർന്നത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലാണ് കർക്കശമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. എന്തായാലും ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാക്കുമെന്നൊരു കാര്യം വ്യക്തമാക്കുന്നു. എന്തായാലും കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയ ഒരു കാര്യം. എന്തായാലും വിക്രം മിശ്രി വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അക്കമിട്ട് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ ഒരു കടുത്ത നടപടി തന്നെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പറയേണ്ടത്. കൂടാതെ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, ഇനി പാകിസ്ഥാൻ പൗരന്മാർക്ക് SPES വിസ നൽകില്ല. ഇന്ത്യയിലെ പാക് കമ്മീഷനിലെ പാകിസ്ഥാന്റെ ഡിഫൻസ് അറ്റാഷമാരെ ഇന്ത്യ പുറത്താക്കുന്നു. അവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷമാരെ പിൻവലിക്കുമെന്ന ഒരു തീരുമാനം കൂടി വരുന്നുണ്ട്. കൂടാതെ വാഗ അട്ടാരി അതിർത്തി നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, അത് അടച്ചുപൂട്ടും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, കർക്കശമായൊരു തീരുമാനത്തിൽ, ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോയി എന്നത് തന്നെയാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ ക്യാബിനറ്റ് സമിതിയുടെ ഒരു യോഗത്തിലാണ്, സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് സമിതിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. എന്തായാലും ഈ യോഗം തീരുമാനിച്ച ഈ യോഗം വിലയിരുത്തിയ ഒരു കാര്യം, പഹൽഗാം ഭീകരാക്രമണത്തിന് അതിർത്തി കടന്നുള്ള ബന്ധങ്ങളുണ്ട് എന്ന കാര്യം കൂടി പറയുന്നു. കൂടാതെ ഈ ജമ്മു കശ്മീരിൽ വിജയകരമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നൊരു ഘട്ടം, അവിടുത്തെ സാമ്പത്തിക വളർച്ചയും സുസ്ഥിരമായ പുരോഗതിയും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്നതും യോഗം വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ടായി. കൂടാതെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ ഉണ്ടായി എന്നതും വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചു. എന്തായാലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, അതോടൊപ്പം തന്നെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ, ജോയിന്റ് സെക്രട്ടറി ആനന്ദ് പ്രകാശ് തുടങ്ങിയവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എന്തായാലും ഇതിൽ 26 പേർ അവർക്ക് ജീവൻ നഷ്ടമായ കാര്യം വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇതിൽ 25 ഇന്ത്യക്കാരും ഒരാൾ നേപ്പാൾ സ്വദേശിയുമാണെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയൊരു കാര്യം. എന്തായാലും
ഭീകരാക്രമണത്തിൻ്റെ ആ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി നടപടികളിലേക്ക് കടന്നതെന്നതും മിസ്രി വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായി. എന്തായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ, ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുത്തു. 2 മണിക്കൂറിലധികം ആ യോഗം, അതായത് സുരക്ഷാ കാര്യം വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗം 2 മണിക്കൂറിലധികമാണ് നീണ്ടുനിന്നത്. ആ യോഗത്തിലാണ് കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടി, ഒരു 5 കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. അത് ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കർക്കശമായ നടപടി തന്നെ ഉണ്ടായി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതിന് തീർച്ചയായും ഉണ്ണി, നിർണായക നീക്കമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്നത്. കടുത്ത നടപടിയാണ്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. തീർച്ചയായും അത് ഏത് രീതിയിലാണ് ഇതിനോടുള്ള പാകിസ്ഥാന്റെ പ്രതികരണം എന്നതാണ് ഇനി കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ കർശനമായ നിലപാട്, കർശനമായ ഒരു മുന്നറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നതാണ് ഇനി കാണേണ്ട ഒരു കാര്യം. പ്രധാനപ്പെട്ട നടപടികൾ, അതായത് ഇന്ത്യ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിക്കുന്നത് വരെ ആണ് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ സാർക്ക് വിസ ഇളവ് പദ്ധതി പ്രകാരം പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കില്ല. കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള സാർക്ക് വിസകൾ റദ്ദാക്കിയതായി കണക്കാക്കും. നിലവിൽ സാർക്ക് വിസയിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടണം എന്നൊരു കാര്യം കൂടി പറയുന്നു. കൂടാതെ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷമാർ ഒരാഴ്ചയ്ക്കകം ഇന്ത്യ വിടണം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഡിഫൻസ് അറ്റാഷമാരെ പിൻവലിക്കും. ഇരു രാജ്യങ്ങളുടെയും ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാഷെ തസ്തികയിൽ റദ്ദാക്കിയതായി കണക്കാക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനിലെ, അതായത് രാജ്യം പാകിസ്ഥാനിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ പിൻവലിക്കും. കൂടാതെ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറച്ചു. അത് 55ആയിരുന്നു, 30ആയി വെട്ടിക്കുറച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. കൂടാതെ ഈ വാഗ അട്ടാരി അതിർത്തി, നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട അതിർത്തിയാണ് വാഗ അട്ടാരി അതിർത്തി. അത് ഉടനടി തന്നെ അത് അടച്ചിടും. കൃത്യമായ രേഖകളോടെ അതിർത്തി വഴി കടന്നവർക്ക് മെയ് 1 മുമ്പ് അതുവഴി തിരിച്ചു മടങ്ങാം എന്നൊരു കാര്യം കൂടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്തായാലും കർക്കശമായ നടപടി ഉണ്ടാവുന്നു. ഇതിൽ ഇനി എന്ത് പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഭീകരാക്രമണത്തിൽ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. കർക്കശമായൊരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം. എന്തായാലും വളരെ നിർണായകമായൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യസമിതിയുടെ ആ യോഗത്തിലാണ് വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. എന്തായാലും 2 മണിക്കൂറിലധികമാണ് ആ യോഗം ചേർന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള മുതിർന്ന ആളുകൾ എല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുക എന്ന രീതിയിൽ തന്നെയാണ് ഒരു നിലപാട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന് തീർച്ചയായും ഉണ്ണി, കണ്ണില്ലാത്ത ക്രൂരതയിൽ 26 ജീവനുകളാണ് പൊലിഞ്ഞത്. അതുപോലെ തന്നെ കനത്ത ജാഗ്രത തുടരാൻ സേനയോടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേനലവധി ആഘോഷിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു കണ്ണില്ലാത്ത കൊടും ക്രൂരത ഉണ്ടായിരിക്കുന്നത്. അതിന് തീർച്ചയായും കനത്ത ജാഗ്രത തുടരണമെന്നാണ് സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആക്രമണത്തിന്റെ പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരുമെന്നും വിദേശകാര്യ സെക്രട്ടറി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അവർക്ക് പിന്നിലും ആളുകളുണ്ട്, അവരെയും കണ്ടെത്തുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത്. എന്തായാലും ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സർവകക്ഷി യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സർവകക്ഷി യോഗത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ സേനകൾ വളരെ ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു കാര്യം കൂടി പറയുന്നു. ആ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം ആണ് നൽകിയിട്ടുള്ളത്. എന്തായാലും സേനകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കൂടാതെ ആ ഭീകരാക്രമണം നടന്ന ആ മേഖല സുരക്ഷാ സേനയുടെ വലയത്തിലാണെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ആ രീതിയിൽ കർക്കശമായൊരു നടപടി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ യോഗം ചേരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുകൾ ഇന്ത്യ കൈക്കൊണ്ടത്. നിലവിൽ ജാഗ്രത തുടരണമെന്ന് സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ നിർണായകമായ ഒരു സർവകക്ഷി യോഗം ചേരുക. ആ യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ വീണ്ടും അവിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. കുൽഗാം ജില്ലയിലാണ് ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത്. അത് വളരെ ഈ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെയാണ് വീണ്ടും കുൽഗാം ജില്ലയിൽ ഭീകരാക്രമണം ഉണ്ടായി, ഭീകരരും സൈന്യരും തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നതും പറയേണ്ട ഒരു കാര്യം. എന്തായാലും മേഖലയിലാകെ കനത്ത ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും നാളെ ഒരു സർവകക്ഷി യോഗം ചേരും. എന്തായാലും രാജ്യമാകെ ജാഗ്രത തുടരുന്ന ഒരു ഘട്ടം തന്നെയാണുള്ളത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പാകിസ്ഥാനെതിരെ നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. ആതിര, തീർച്ചയായും ഉണ്ണി, നാളെ സർവകക്ഷി യോഗം ചേരും. ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്, അതുപോലെ എപ്പോഴാണ് ഈ യോഗം ചേരുക സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക എന്നതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ആ രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സൈനിക മേധാവികളടക്കം യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ ശക്തമായ ഒരു ജാഗ്രത തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഉള്ളത്. ആ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സാഹചര്യങ്ങൾ അതായത് അവിടുത്തെ മേഖലയിലെ സാഹചര്യങ്ങളാകെ വിലയിരുത്തുന്ന, പഹൽഗാമിലെ സാഹചര്യങ്ങളാകെ വിലയിരുത്തുന്ന രീതിയിലാകും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം നോക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന രീതിയിലാകും ആ യോഗം ചേരുക. നിലവിൽ അവിടുത്തെ ആ മേഖലയിലെ ജനങ്ങൾക്കാകെ ഒരു ആശങ്ക അടക്കമുള്ള സാഹചര്യമുണ്ട്. അത് പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ രീതിയിലുള്ള ഒരു സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം, നിർണായകമായ ആ സർവകക്ഷി യോഗം ചേരുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. വളരെ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെയാണ് എന്തായാലും ഇന്ത്യ പോയിരിക്കുന്നതെന്നാണ് പറയേണ്ട മറ്റൊരു കാര്യം. ഈ പാകിസ്ഥാനെതിരെ വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് പോകുന്നു. ഇനി എന്ത് പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യം. അത് തീർച്ചയായിട്ടും ഇനി എന്താണ് ആ പ്രതികരണം എന്നുള്ളതാണ് അറിയാനുള്ള നിർണായകമായത്. ഉണ്ണി, ഇപ്പോൾ എത്തിയ പ്രേക്ഷകർക്കായിട്ട് ഒരിക്കൽ കൂടി ആ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, കടുത്ത നടപടി, പാകിസ്ഥാനെതിരെ എടുത്ത കടുത്ത നടപടി ഒന്നുകൂടെ ഒന്ന് വിലയിരുത്താമോ? അതിന് തീർച്ചയായും ഈ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നിർണായകമായ യോഗം ആണ് ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് കേന്ദ്രമന്ത്രിസഭ സുരക്ഷാ കാര്യസമിതി ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന ആളുകളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. 2 മണിക്കൂറിലധികമാണ് ഈ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് കർക്കശമായ നടപടി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് നയതന്ത്ര അടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി SVS വിസ നൽകില്ല. കൂടാതെ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാന്റെ ഡിഫൻസ് അറ്റാഷമാരെ ഇന്ത്യ പുറത്താക്കി. അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാഷമാരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. കൂടാതെ വാഗ അട്ടാരി അതിർത്തികൾ പൂർണ്ണമായും അടച്ചിടുന്നു. തുടർന്ന് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ പോയിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ വിശദമായ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ ഈ കൃത്യമായ രേഖകളിലൂടെ, അതായത് വാഗ അട്ടാരി അതിർത്തി അടച്ചിടും. അതിൽ കൃത്യമായ രേഖകളിലൂടെ അതിർത്തി വഴി കടന്നവർക്ക് മെയ് 1 മുമ്പ് മടങ്ങാനുള്ള സൗകര്യം കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കൂടാതെ സാർക്ക് വിസ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ SVES വിസ ഇളവ് പദ്ധതി പ്രകാരം പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കില്ല. പാകിസ്ഥാൻ പൗരന്മാർക്ക് മുമ്പ് നൽകിയിട്ടുള്ള വിസകൾ റദ്ദാക്കിയതായി കണക്കാക്കുമെന്നൊരു കാര്യം കൂടി പറയുന്നു. കൂടാതെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഡിഫൻസ് അറ്റാഷമാരെ പിൻവലിക്കും. ഇരു രാജ്യങ്ങളുടെയും ഹൈക്കമ്മീഷനുകളിലെ ഡിഫൻസ് അറ്റാഷ തസ്തികൾ റദ്ദാക്കിയതായി കണക്കാക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനിലെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ
പിൻവലിക്കും. നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ ഒരു എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള നിലപാട് അല്ലെങ്കിൽ നടപടി ഈ നയതന്ത്രവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. ഭീകരാക്രമണത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ഒരു നിലപാട്, ഒരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 ജീവനാണ് പൊലിഞ്ഞത്. അതിൽ 25 പേർ ഇന്ത്യക്കാരും ഒരാൾ നേപ്പാൾ സ്വദേശിയുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ രീതിയിലുള്ള വളരെ സങ്കടകരമായ ഒരു വിഷമത്തിൽ തന്നെയാണ് ലോകമുള്ളത്, ഇന്ത്യയുള്ളത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഭീകരാക്രമണത്തിൽ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ പോകുന്നത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇനി ഏത് രീതിയിലാകും ഇതിൽ പാകിസ്ഥാൻ പ്രതികരിക്കുക എന്നതാണ് കണ്ടറിയേണ്ടത്. അതിന് ശരി ഉണ്ണി, പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാട് കടുപ്പിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു, വാഗ അതിർത്തിയും അടച്ചു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല. ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടണമെന്നുൾപ്പെടെയുള്ള നിർണായക നീക്കമാണ് ഇന്ത്യ നടത്തിയത്. ഇനി